ന്യൂയോർക്ക് മേയർക്ക് സമമാണ്. അവരെ ഉന്നത പദവിയിൽ എത്തിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതെ, ഉന്നത പദവി അതെന്നറിയോ, നിയമ സീറ്റിലേക്ക് നോക്കി വെച്ചിരിക്കുകയാണ്. കാരണം ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സംഭവമുണ്ട്. അതുകൊണ്ട് നിയമ സീറ്റിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആയിരിക്കാം. പക്ഷേ അതായിക്കോട്ടെ, എന്നിരുന്നാലും ചെറിയ പ്രായത്തിൽ അന്നത്തെ ക്യാമ്പയിനൊക്കെ നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഈ ചെറുപ്പക്കാരിയാണ്, പിന്നെ വികസനം കൊണ്ടുവരാൻ ചെറുപ്പക്കാരൻ ഏറ്റവും പറ്റിയതെന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണം അടിച്ച പാർട്ടിക്കാർ ഈ സ്ത്രീ അധികാരത്തിൽ കയറി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അഴിമതിയുടെ പരമ്പര ആരംഭിച്ചു. സഹായിക്കാനായിട്ട് പുള്ളിയുടെ കൂടെ നിന്ന ഡെപ്യൂട്ടി മേയറുള്ള രാജു, രണ്ടുപേർക്കും ഇപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് സീറ്റ് ഡ്രൈവിങ്, ഈ ചെറുപ്പക്കാരൊക്കെ ബാക്ക് സീറ്റ് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ ഇറക്കിയിട്ടുണ്ട്. മേയർ ചെറുപ്പക്കാരിയാണെന്നുള്ള ടാഗ്ലൈനെ കൊടുത്ത് മാറ്റം കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഒരു സിറ്റിംഗ് മേയറെ മത്സരത്തിറക്കാൻ കഴിയാത്ത അത്ര നാറി നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ LDFൻ്റെ മുന്നണി. ഇത് വലിയ പ്രചരണമായി നടക്കുകയാണ് കോൺഗ്രസും BJP. ഇപ്പോൾ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ ഇവർക്ക് നാമമാത്രമായ സീറ്റ് നിലവിലുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷ അവർക്കില്ല. ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്നത് BJP ആണ്. കാര്യം അവർ നിലവിൽ പ്രതിപക്ഷ കക്ഷിയാണ്. അപ്പോൾ ഇതാണ് ഈ അധ്യക്ഷൻ പുതിയ ആൾ വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് ഇവിടെ തന്നെ. പ്ലസ് ഈ ബീഹാറിലുള്ള BJPക്ക് അനുകൂലമായ അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ ഒരു നീക്കവും നഗരപ്രദേശത്തെ ജനങ്ങളുടെ വോട്ടിങ്ങിന് അത് ബാധിക്കും, അത് അനുകൂലമായി ബാധിക്കും എന്നാണ് സ്വാഭാവികമായി നമ്മൾ കരുതേണ്ടത്. മറ്റൊന്ന് തൃശ്ശൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.